2 ചോദ്യങ്ങൾ വന്നപ്പോൾ ഏതോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഈ സാധനമായിപ്പോയി. അപ്പോൾ ഞാൻ ആൾക്കാർ വിചാരിക്കുന്നത് സജി ചെറിയാൻ പുള്ളിക്കാരനെതിരെ ഞാൻ പാട്ടിലൂടെ അങ്ങോട്ട് മറുപടി പറയുന്നത് എനിക്ക്. വേടൻ നിലവിൽ ശക്തനാണ്, വേടൻ നിലവിൽ പവർഫുൾ ആണെന്ന് പാട്ട് പാടുന്നുണ്ട്. വേടൻ സ്ട്രഗിളൊക്കെ ഓഫ് കോഴ്സ് ഉണ്ട്. വേടൻ പ്രത്യേക പ്രിവിലേജ് തരത്തിൽ വേടനെ ചേർത്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. വേടൻ അല്ലാതെ തന്നെ പോകാൻ ഗിയറുള്ള ആളാണ്. അത് കേരളത്തിന് ബോധ്യപ്പെട്ടാണ്. അപ്പോൾ അതിനകത്തൊരു പോരും വേണ്ടായിരുന്നു അതിനകത്ത്. സജിച്ചെറിയാൻ മന്ത്രി, ഞാൻ പറഞ്ഞത് സജിച്ചെറിയാൻ മന്ത്രിയാണ് പ്രായം എന്നൊക്കെ പറയുമ്പോഴും ആ പോലും ആസ്ഥാനത്തെ പോലുമായിരുന്നു. ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും. പിന്നെ എന്താണെന്നറിയോ, ലൈക്ക് നമ്മളിവിടെ ഈ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്താണല്ലോ ജീവിക്കണത്. അതിന് ഒരു വ്യക്തിനെ മാത്രം ഈ കാര്യത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നിടത്താണ് ഞാൻ നിൽക്കുന്നത്. അത് ഒരു പേഴ്സണൽ ഗർജായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന്. അങ്ങനെയല്ല അത് വർക്കാവുന്നത്. അത് ജാതി പോലെ വലിയ ശൃംഖലയിൽ നിന്ന് വർക്കാവുന്ന ഒരു ഏരിയ ആണ് അത്. അതിനൊരു വ്യക്തിയെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, ഫോണൊക്കെ വിളിച്ച് ഞാൻ മിണ്ടിയിരുന്നു. പിന്നെ എൻ്റെ പാട്ടുകൾ കേൾക്കുക, എൻ്റെ പാട്ടുകൾ മനപ്പാടം പഠിച്ചു വെച്ചിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോൾ ഒരിക്കലും ഇന്റൻഷനലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല അതൊന്നും. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ അഡ്രസ് ചെയ്യും കൂടി ചെയ്യണം എന്നുള്ളതാണ്. കണ്ടീഷന്റെ പ്രശ്നമാണ്. അത് കണ്ടീഷൻ ചെയ്തപ്പെട്ടതിന്റെ പ്രശ്നമായിട്ടാണ്. അതിനൊരു വ്യക്തിനെ, അതിന് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഞാൻ മോദിയെ തെറി വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അത് ആ രാഷ്ട്രീയത്തിനോടുള്ള തെറിവിളിയാണ്. അതൊരു വ്യക്തിനെ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ഇയാളാണ് ഇതിനൊക്കെ കാരണം, അങ്ങനത്തെ ഒരു സാധനമേ അല്ല അത്.